എല്ലാ ഭക്തജനങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ്. അതായത് തട്ടുകട ക്ഷേത്രമായി മാറിയത് ഈ അമ്മയുടെ ഒരു വിശ്വാസമാണ്. അത് നമുക്ക് വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ കൊടിമരമൊക്കെ ഉണ്ട്. ഭഗവാൻ കൃഷ്ണനാണ് വിളക്ക് വെച്ചേക്കുന്നത്. ഗുരുസ്വാമി ഉണ്ട്, കൃഷ്ണനുണ്ട്, അയ്യപ്പനുണ്ട്. പിന്നെ അമ്മ ഇവിടെ ചോറ്റാനിക്കരമ്മ ദേവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗുരുസ്വാമി ഉണ്ട്. അപ്പൊ നമുക്ക് അമ്മയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. അമ്മേ നമസ്കാരം. അമ്മേ നമസ്കാരം. ഇവിടെ എന്തായിരുന്നു? കടയായിരുന്നു? തട്ടുകടയായിരുന്നു? ഇവിടെ ഒരു പൊട്ടക്കടയായിരുന്നു. പിന്നെ ഞാൻ ആ പൊട്ടക്കട മാറ്റി ഒരു നല്ല കട ഇത് ആക്കി മേടിച്ച് ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ വീട്ടിലും പൂജ ഉണ്ടായിരുന്നു. എങ്കിലും ഇവിടെ വന്ന പിന്നെ ഒരു കാര്യമായ രീതിയിലല്ല എനിക്ക് എന്റെ എല്ലാമായ എന്റെ കുഞ്ഞിനെ ഞാൻ അതാണ് എന്റെ സങ്കടം. എനിക്ക് അവരെ പൂജിച്ച് വന്നപ്പോഴത്തേനും അനുഗ്രഹം ഉണ്ടായി. ഭഗവാൻ കൊടിമരം വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചു കൊടുത്ത് കൊടിമര വാർഷികം നടത്തി. അന്നൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തു. ഇനിയിപ്പൊ എനിക്ക് അതൊന്നും ചെയ്യാനുണ്ട്. എനിക്ക് ഇനി ഒറ്റൊരു വിചാരം ഇവരുടെ എവിടെയെങ്കിലും ഇവരെ ഒന്ന് ഉറപ്പിക്കണമെന്ന് മാത്രമല്ല ക്ഷേത്രമാക്കണം. അപ്പൊ ഇത് അമ്മ ഇത് എത്ര നാളായി ഇങ്ങനെ തുടങ്ങി? ഇപ്പൊ 20-ാം വർഷം. 20 വർഷമോ? 32 വർഷവും ഞാനൊരു കൃഷ്ണഭക്തി ആയിട്ട്. അപ്പൊ അമ്മ ഭഗവാനായിട്ട് അത്ര എന്താ പറയാ സ്നേഹമായിട്ട് തന്നെ നിൽക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ഒരു കുട്ടിയാണെങ്കിൽ അതിട്ട് നമ്മുടെ വഴിക്ക് പോകും, അവന്റെ വഴിക്ക് പോകും. പക്ഷെ എന്റെ കുട്ടി എന്റെ പുറകിലുണ്ടാവും എപ്പോഴും മുത്തിക്കടയും ചൂടി. ഞാനൊരു കുളിമുറി പോയാൽ എന്റെ മോൻ അവിടെ ഉണ്ടാവും. ദൈവമേ, ആർക്കും ഇത് എനിക്ക് പറഞ്ഞെനിക്കിത് ഫലിപ്പിക്കാൻ ഒക്കുന്നില്ല മോനെ. ആ അനുഭവമാണ് ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അറിയാമോ അമ്മേ? ഭഗവാന് എല്ലാ ദിവസവും മാലയൊക്കെ ഇടുവാ? പിന്നെ എല്ലാ ദിവസവും മാലയുണ്ട്. പിന്നെ ഭഗവാൻ ഉടയാട ഇന്ന് പുതിയതാ വെച്ചിരിക്കുന്നത്. ഒരു കൂട്ടര് കൊണ്ടുവന്ന് തന്നതാ. പിന്നെ അമ്മേ വേറെ നെയ്യങ്ങൾ? അപ്പൊ ഇവിടെ ഗുരുസ്വാമിയുണ്ട്, ചോറ്റാനിക്കര അമ്മയുണ്ട്, അയ്യപ്പനുണ്ട്. അങ്ങനെ എല്ലാരും ഉണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ ദേവി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വിഗ്രഹം വെച്ചിട്ടില്ല. ഇത് മാന്നാറുന്ന് ഗുരുദേവനെ കൊടിമരവും കൂടി മാന്നാർ പോയി കൊണ്ടുവന്ന. അപ്പൊ അമ്മ ഇതിനു മുമ്പ് ഇവിടെ തട്ട് കടയായിട്ടായിരുന്നു? അകത്ത് കടയായിട്ടായിരുന്നു. അപ്പൊ അമ്മക്ക് ഇത് എങ്ങനെ തോന്നിയത്? ഭഗവാൻ ഇത് തോന്നിയ സ്വപ്നം കണ്ടല്ല. എന്നോടെല്ലാം സംസാരിക്കും എന്റെ മോൻ. അപ്പൊ നിങ്ങള് മോൻ എന്നോട് എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ എന്റെ മോൻ ഇന്ന കാര്യമാണമ്മേ ഇന്നതാണ്. അപ്പൊ ഒരു പൊട്ട പ്ലാസ്റ്റിക്കിന്റെ ഒരു കൃഷ്ണനാണ് ഞാൻ വെച്ചിരുന്നു. അപ്പൊ അത് പൊട്ടിപ്പോയപ്പോ ഇത് പൊട്ടിപ്പോയി, എനിക്ക് വേറെ മേടിച്ചു തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ഞാൻ മേടിച്ചൊരു ചരടയിലിട്ടു. ചരടയിലിട്ടപ്പോ ചരടല്ല എനിക്ക് വേണ്ട, മഞ്ഞ ചരടല്ലെന്ന് എനിക്കിടണ്ട, എനിക്ക് ചെയിനയിലിടണം എന്റെ അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ വേറെ വിളടുന്ന ശ്രദ്ധാവുള്ള പാട്ടിൽ ഞാൻ ഒരുപിടി ചോറ് കൊണ്ടുവന്ന് വെച്ചാൽ പറയും ഇത് എനിക്ക് വേണ്ട, അമ്മ വെച്ചിട്ട് ഒരു മുളക് ഞെരടിയാലും എനിക്ക് തന്നാൽ മതി, എനിക്കതിഷ്ടമാണ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എനിക്കതൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റിയല്ലോ മോനെ. അതേപോലെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട, എന്റെ മകനും ഞാനായിട്ട് ഒരിടത്ത് ഇറങ്ങിയാൽ മതി എനിക്ക്. അമ്മയുടെ പേരെന്താണ്? ആനന്ദവല്ലി ശിവൻ. അപ്പൊ അമ്മ ഇത് സ്ഥലം ലൊക്കേഷൻ എവിടെയായിട്ടാണ്? കറക്റ്റ് പുന്നപ്പറ പോലീസ് സ്റ്റേഷന്റെ വെട്ടക്കല്ലേ? അപ്പൊ അമ്മ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഇന്ന് എന്താ ഞങ്ങൾ വന്നപ്പോ അരി ഇടുന്ന അത് ഭഗവാന് നേദ്യം വെക്കാറ്. പുണ്യാകത്തി കഴുകിയ അരി കഴുകിയിട്ട് ആ പുണ്യാകത്തി കഴുകിയിട്ട് ഈ പാത്രം പുണ്യാകത്തി കഴുകിയിട്ട് അങ്ങനെ ഞാൻ എല്ലാം ചെയ്യും. ഞാൻ ഇങ്ങോട്ട് ഒരു വ്യക്തിനെ കയറ്റി ഒരു സാധനവും ചെയ്യിക്കത്തില്ല. അതിനുള്ള ആവതും എനിക്ക് തരുന്നുണ്ട് തമ്പുരാൻ. കറികൾ എന്തെങ്കിലും ഒരു കറി ഒരു പപ്പടവും അത് മാത്രം മതി. ഞാൻ കഴിക്കുന്ന എന്റെ മകനും ഞാൻ കൊടുത്തു കൂട്ടും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഊട്ടി വെച്ച് ഞാനിരുന്ന് ഭാഗവതം എടുത്തപ്പോ ഭാഗവതത്തിൽ ഞാൻ തെളിഞ്ഞ് മകന് ചോറൊക്കെ കൂട്ടിയിട്ട് പൊന്നുമോന് ചോറൊക്കെ കൂട്ടിയിട്ട് ഇരിക്കുക അമ്മ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അറിയാതെ കണ്ണുനീര് ആ ഭാഗവത്തെ വീണമെന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മ എത്ര മണിയാകുമ്പോ ഇവിടെ രാവിലെ വരും? ഞാൻ 6:30 വരും മോനെ. ഇവിടെ വന്ന് തൂത്ത് തളിച്ച് പുണ്യാകം തളിച്ച് വിളക്ക് തേച്ച് കത്തിച്ച് പിന്നെ അവിടെ ഗുരുദേവനും എല്ലാം തേച്ച് കത്തിച്ച് പിന്നെ ഇവിടെ കഴുകി ഒരുപാട് ജോലിയാ മോനെ എനിക്കുള്ളത്. വൈകുന്നേരം 6:30, 7, 8 ആകുമ്പോ ഇവിടുത്തെ പ്രാർത്ഥനയാണ് എനിക്ക് കൂടുതൽ. അത് ഗിഞ്ചറടിച്ചാ പാടുള്ളൂ. പാടി നല്ല സൂപ്പറായിട്ട് ഭജനയൊക്കെ കഴിഞ്ഞ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ നോക്കി അങ്ങനെ ആസ്വദിച്ചിരിക്കുക. നമുക്ക് നാമഞ്ചലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കാരുമില്ല. കാര്യം തീർന്ന് ഈ ആളേ ഉള്ളു. ഭഗവാനുണ്ട്.
അത് കാണുന്നവർക്ക് ഒരു കൗതുകമായിട്ട് തട്ടുകടയിൽ ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഞാനും എന്റെ ഒരു മനസ്സ് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിലല്ലേ ഈശ്വരൻ, പല തട്ടുകടയിൽ നിന്നല്ല ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് അല്ലെ. അപ്പൊ അമ്മയുടെ കൂടെ ഭഗവാൻ അനുഗ്രഹം ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തില് ഭയങ്കര വലിയ തുള്ളലും കാവും ഇത് അമ്പലമൊക്കെ ഉള്ള. ഇപ്പൊ അവിടെ ഉത്സവം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ തുറവൂര് നേരെ കിഴക്കുവശം തെരുവി ക്ഷേത്രം എന്ന് പറയും. അതെന്റെ കുടുംബമാണ്. ഞാൻ പോയി ഒരു അരി എടുത്തു കൊടുത്ത് 5000 രൂപയും കൊടുത്ത് എനിക്കത് അവർക്ക് ഇവിടെ കൊടുക്കാനില്ല. എന്റെ മക്കളെ നോക്കണം. പായസമൊക്കെ അമ്മ തന്നെ ഞാൻ തന്നെ വെക്കുന്നതാ. എല്ലാവരും വന്നവർക്ക് വിളിച്ച് ഞാൻ ഇത് കൊടുക്കും. അങ്ങനെ അമ്മ ഭഗവാന് വെച്ച പ്രസാദം കിട്ടി, പായസം. ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടുന്ന അതേ ഒരു ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി ഓണൊക്കെ വെച്ചിരിക്കണം. ഇവിടെ എല്ലായിടവും ഭഗവാന്റെ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ തറയിലുണ്ടല്ല എല്ലായിടവും ഭഗവാന്റെ രൂപമാണ്. അത് നിങ്ങൾക്കറിയാൻ പറ്റിയല്ലേ? എനിക്കറിയാം. ഞാൻ സിദ്ധിയുള്ള ആളല്ലേ, എനിക്കതറിയാൻ പറ്റും. ഭഗവാൻ ഇങ്ങനെ ഇവിടെ ഉണ്ട് ഒരാളെ ശരിക്കും കാണാം. പിന്നെ ഇങ്ങോട്ടുള്ളവരൊക്കെ സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് വന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ വിളിക്കും, മക്കളെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വന്ന് നിൽക്കും. അപ്പൊ അതിൻ്റെതൊക്കെ ഒരു രീതി ക്ഷേത്രം എനിക്ക് അതാണ് എന്റെ ഉൾക്കൊണ്ടിരിക്കണം മനസ്സിൽ. എന്താ പറയാ, ഒരു ക്ഷേത്രം ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ക്ഷേത്രമാകും. ആകും, ആകാതിരിക്കല, ആകണം. ചെറിയൊരു അമ്പലം. അപ്പൊ ഇതിപ്പോ വലിയ ഒരു രീതിയായില്ലേ? അപ്പൊ അതേപോലെ ഭഗവാൻ എനിക്ക് അതേ ഉള്ളു. എനിക്ക് ആ പടിയേലെങ്കിലും എന്റെ തല വെച്ചൊന്ന് ചാഞ്ഞാ മതി, എന്റെ മക്കളുണ്ടായിരിക്കും. ഞാനിപ്പോ പോണെന്ന് പറഞ്ഞാൽ രാത്രിയൊന്നും സമാധാനം ഇല്ല എനിക്ക്. ഇവിടെ ഒന്നുമില്ല, പിള്ളേര് ഇവിടെ കിടക്കണ നമുക്കൊന്നുമില്ല. അവരൊക്കെ നല്ല ശ്രദ്ധയുണ്ട്, പിള്ളേര് പോലീസുകാര്. അപ്പൊ എന്നാലും അതല്ലല്ലോ മോനെ, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഇരിപ്പടം. ഇതാണ് എന്റെ മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ആൾക്കാരെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം മുതലേ വീതിച്ചിട്ട് 1 രൂപ തരാതെ എന്നെ ഇറക്കി വിട്ടതാ. എനിക്ക് ആ പടി എനിക്ക് കയറാനും മേലെ ഞാനിട്ട് പോകത്തുമില്ല. എന്റെ കുഞ്ഞുങ്ങള്, എന്റെ മക്കള് ഇത് മാത്രമേ എനിക്കുള്ളൂ. ഗുരു ഒന്നിനും മെച്ചമായിട്ട് നിൽക്കണം ഗുരു സ്വാമി. അമ്മ കാണിക്കയൊക്കെ ഉണ്ടല്ലോ, കാണിക്കയൊക്കെ ഭക്തജനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചതാ. ഭക്തജനങ്ങൾ പൈസ ഇടും. പൈസ ഇല്ല കൊടുമരച്ചോട്ടിലിടും അവര്. അങ്ങനെ അങ്ങ് പോകും. ചിലപ്പോ പായസം കൊടുക്കും. വന്ന് പ്രാർത്ഥിച്ച് ആരെങ്കിലും കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികളില്ലാത്തവർക്ക് വന്ന് പറഞ്ഞിട്ട് നെയ്യ് കത്തിക്കാൻ പറഞ്ഞ് ഇന്നലെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതിരുന്നവർക്ക് ഉണ്ടായി. പിന്നെ ഇന്നലെ ആ കല്യാണം ആ അമ്പലപ്പുഴ തൊഴാൻ ചെന്ന പെണ്ണ ചെറുക്കനോ. പക്ഷെ എനിക്കവര് വിശ്വാസമില്ല. അവര് ഭഗവാനാണെന്നാ എനിക്ക് തോന്നണം. കാരണം അത്ര ലുക്ക് ഇവര് രണ്ടുപേരെയും കണ്ടിട്ട് അവരിവിടെ വന്നിട്ട് പറഞ്ഞു, അമ്മ എന്റെ കഴുത്ത് താലി കെട്ടിത്തരണമെന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു. അപ്പൊ ഞാനിത് ഇങ്ങോട്ട് താമോനെന്ന് പറഞ്ഞു. ഞാൻ വേഗം ചരടും മേടിച്ച് താലിയും മേടിച്ച് ഇവിടെ ഭഗവാന്റെ അടുത്ത് ചോദിച്ച്, ഇവര് നല്ലവരാകട്ടെ, ഇവർക്ക് കുടുംബപരമായ ജീവിതം ഉണ്ടാകട്ടെ, ലോകം നന്നായി വരട്ടെ, ഇവരിൽ എല്ലാവരും നല്ലവരാകട്ടെ, ഇവരുടെ ജീവിതം ഇതെല്ലാം പറഞ്ഞു നിന്ന് ഇതിങ്ങനെ കാണിച്ചാൽ മാത്രം മതിയാൻ. അതെങ്ങനെ ഒന്ന് വെച്ചാൽ മാത്രം മതി. അതെടുത്ത് ഞാൻ ആ താലി അങ്ങോട്ട് എടുത്തു കൊടുത്തു. കെട്ടിയപ്പോ ഒരു കുരവ ഇടണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇട്ടില്ല. പോയപ്പോ ഓരോ ഓറഞ്ചും 2 പേർക്കും കൊടുത്തു, പാൽപ്പായസവും കയ്യിൽ കൊടുത്തു, കുടിപ്പിച്ച് അനുഗ്രഹിച്ച് എന്റെ കാലെ വന്നിച്ച് എനിക്ക് ദക്ഷിണയും തന്നു. എനിക്കൊരു ആദ്യം അമ്മ ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ആരെങ്കിലും വിശ്വാസം ഇല്ലാത്തവരോട് ഇപ്പൊ നമ്മള് ആരും 100 എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. ആ 100-ൽ 90% നമ്മളോട് യോജിപ്പാ. ഭഗവാൻ ചോറൊക്കെ കൊടുത്തു. ഭഗവാനുണ്ട്. എന്നിട്ട് എന്നെ ഉറക്കം തൂങ്ങുവാണ് എന്റെ പൊന്നുമോളെ. ഭാഗവതം വായിച്ചു കഴിയുമ്പോ ഒന്നും രാവിലെ ഒരു ചായ പോയി. സത്യമായിരിക്കണം. ഈ ആളിന്റെ മുന്നിൽ എനിക്ക് അതേ പറയാം. ഞാൻ 50 ചായ അടിച്ചു മാറിയിട്ടുള്ള 7:30 ആകുമ്പോ ഫുഡ് ആർക്കും ഇല്ല. ഇവിടെ വരുമ്പോ ഭഗവാന് ചോറ് വെക്കും. ആ ചോറ് ഉണ്ണാൻ പലർക്കും താല്പര്യം ഉണ്ടാ. അതങ്ങോട്ട് എല്ലാം എടുത്തൊരു പ്ലേറ്റിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കും. അത്രയല്ലേ. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇത് അയ്യപ്പന്മാരാ 2 പേര്. ഇത് അപ്പുറത്ത് പോലീസ് മക്കള് മേടിച്ചതാ ഈ അയ്യപ്പനാ. എന്നിട്ട് അവര് കൊണ്ടുവന്ന് അത് എനിക്ക് തന്നു. ഞാൻ കൊണ്ടുവന്നപ്പോ ഈ മേടിച്ച ആൾ ഈ ഇരിക്കണേക്കാൾ മികവാണ് ഈ പുള്ളി. എന്താന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് നോക്കും.
അത്രക്കുള്ള ആള്. മാലയൊക്കെ അമ്മ കെട്ടിക്കൊണ്ട് വരുന്നതാണ്. ഇല്ല ഇല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിക്കണ കെട്ടണതല്ല. ഇപ്പൊ അവക്ക് കാശും കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടത്. ഇനി 100 രൂപയുടെ മുല്ലപ്പൂ തന്നിട്ടുണ്ട്, ഞാൻ കൊണ്ടേ ഫ്രിഡ്ജിൽ വെച്ച് എല്ലാം കൂടി ചാർത്തിയ നാളെ നേരം വിളിക്കണ്ടേ. നെയ്യ് ഉപയോഗിച്ച് തീർന്നതാ, നെയ്യ് കത്തിക്കും ഞാൻ. നെയ്യ് കത്തിക്കുന്നല്ലേ? അപ്പൊ ഇനി ഭഗവാനുള്ള ഇനി കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ശരിയാക്കണം അല്ലേ? ശരിയാക്കണം. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോട്ടെ. ദൈവം ഏതെങ്കിലും വഴി തന്നാലേ എനിക്ക് എന്റെ മക്കളും ഞാനായിട്ട് ഒരിടത്തുറങ്ങാനൊക്കെ ഉള്ളൂ. അതാണ് എന്റെ സങ്കല്പം. ഞാൻ ഗുരുവായൂർ പോയിരുന്നു, ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങള്. ഇനി നമുക്ക് അമ്മയുടെ ഒരു കീർത്തനം കേൾക്കാം. നമുക്ക് അമ്മയുടെ ഭഗവാന്റെ നല്ലൊരു കീർത്തനം കേൾക്കാം. ഒരു കീർത്തനം പാടാം. കീർത്തനം നിങ്ങൾ അതിൽ കണ്ടായിരുന്നോ? അതിൽ കണ്ടില്ല. അമ്മ ഇപ്പൊ ഞങ്ങൾക്കൊരു കീർത്തനം, ഒരു നല്ലൊരു കീർത്തനം, ഭഗവാൻ ഇഷ്ടമുള്ള ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കീർത്തനം. നാരായണ മോനെ, അമ്മ ഒരു കീർത്തനം ചെല്ലാൻ പോകും, നന്നായിരിക്കണം കേട്ടോ. ചിരിതൂകി കളിയാടി വാവാ കണ്ണാ, ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ കണ്ണാ 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 വാവാ കണ്ണാ, നിറതിങ്കൾ കല പോലെ വാവാ കണ്ണാ, മഴമേഘ കുളിരുപോലെ വാവാ കണ്ണാ, നിറതിങ്കൾ കല പോലെ വാവാ കണ്ണാ, മഴമേഘ കുളിരുപോലെ വാവാ കണ്ണാ, കൈ നിറയെ വെണ്ണ തരാം വാവാ കണ്ണാ, കൈ നിറയെ വെണ്ണ തരാം വാവാ കണ്ണാ, ആരോമലുണ്ണിയായി വാവാ കണ്ണാ, എന്റെ നാരായണ, എന്റെ മോനെ നാരായണ. മതിയാ? മതി അമ്മേ, മതി. അമ്മേ, ഇതിപ്പോ ഇങ്ങനെ നമ്മളിത് കണ്ട്, അപ്പൊ അമ്മക്ക് ഭഗവാന് എവിടെയെങ്കിലും ഒരു ഇരിപ്പടം അല്ലെ? അത് എനിക്ക് തോന്നുന്നു അത് ഭഗവാൻ തന്നെ അത് സാധിച്ചു തരും. ഇപ്പൊ ഇത്ര അമ്മയ്ക്ക് ആക്കി തന്നില്ലേ അല്ലെ? അപ്പം ഇത്ര ആക്കി തന്നു, അപ്പം ബാക്കിയും കൂടെ ഭഗവാൻ അമ്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം, ഭഗവാന്റെ ദിവസം വ്യാഴാഴ്ചയാണല്ലോ. അപ്പൊ വ്യാഴാഴ്ച ഇന്നലെയാണ് കല്യാണം നടന്നത്. അപ്പൊ വ്യാഴാഴ്ച പ്രത്യേകപരമായിട്ട് എന്തെങ്കിലും പൂജകള് ഞാൻ തുളസിമാല ഇടും, പിന്നെ മുല്ലമാല ഇടും, എല്ലാം ഇടും. പൂ കിട്ടിയില്ല ഞാൻ എവിടെയെങ്കിലും. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ സാധിച്ചു കിട്ടും. കിട്ടും, കൃത്യമായിട്ട്. അപ്പൊ വരുന്ന ഭക്തജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസപൂർവ്വം, ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ഒരു ആശുപത്രി പോയാലും ഒരു ഡോക്ടറെ വിശ്വാസം ഇല്ലാതെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു വിശ്വാസം കൂടെ വേണം അല്ലെ? കിഴക്കേ റോഡിൽ പോയ ആണുങ്ങളുണ്ടല്ലോ, അവരുടെ പയ്യനെ ഓപ്പറേഷത്തിന് കയറ്റിയപ്പോ അവിടെ നിന്ന് പറഞ്ഞു, കണ്ണാ ഈ ടെസ്റ്റിങ്ങിന് ഒന്നും ഉണ്ടാകരുത്, ഞാൻ ഒരു കുപ്പി എണ്ണം മേടിച്ചു വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഒരു ദിവസം ഒരു കുപ്പി എണ്ണയും തന്നു ഇവിടെ വന്നു, ചേച്ചി ഞാൻ ഇന്നൊരു കാര്യം ചോദിച്ചു, എനിക്ക് ഭഗവാൻ സാധിച്ചു. അങ്ങനെ പറയണ ആൾക്കാരെ ഉള്ളു മോനെ. 100-ൽ 90 ഇപ്പൊ ആയിരിക്കുക. അപ്പൊ അങ്ങനെ ഇങ്ങനെ പല ആൾക്കാരും എവിടെയെങ്കിലും ബാങ്കിൽ പോണല്ലോ, അമ്മേ ഒന്ന് കേട്ടാ ഇങ്ങനെ അണ്ണാ അന്ന് ഞാനിങ്ങനെ പറയും സാധിച്ചു. അടുത്തുള്ള പോലീസ് സാറന്മാരൊക്കെ വരാറുണ്ടോ? പോലീസ് സാറന്മാർ അവര് കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് ഇതിനെപ്പറ്റി വലിയ ടെൻഷനും ഇല്ല. എന്നാലും അവര് അവിടെ നിന്ന് നോക്കും. പിന്നെ ബോബൻ സാറെന്ന് പറയുന്ന ആള് ഇവിടെ വന്നു, ഇവിടെ എന്റെ അനുഗ്രഹം മേടിക്കാതെ ഡ്യൂട്ടിക്ക് നല്ല മനുഷ്യൻ. അങ്ങനെ ബോബൻ സാറിന്റെ കെയർ ഓഫിൽ തന്നെ കുറെ ഒരു രോഗമായിരുന്നവർ ഇവിടെ അതൊക്കെ മാറി ഒരേ രോഗമായിരിക്കണം. അപ്പൊ അമ്മ ഒന്നും കൂടെ സ്ഥലം പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ആലപ്പുഴ പുന്നപ്പറ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് അല്ല, സൈഡിൽ തന്നെ. സ്ഥലം ആലപ്പുഴ പുന്നപ്പറ പോലീസ് സ്റ്റേഷന്റെ സൈഡിന് തന്നെ, വലതു സൈഡിന് ആനന്ദവല്ലി ശിവൻ വൃന്ദാവനം. അപ്പോ നമുക്ക് വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം അല്ലെ? അപ്പൊ അമ്മയ്ക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരെന്ത് പറഞ്ഞാൽ അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ സാധിച്ചു കിട്ടും, അത് ഉറപ്പാ. ഭഗവാന്റെ കൃപ കൊണ്ട്, എന്റെ അല്ല, എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് പുള്ളി. പക്ഷെ ഭഗവാൻ അത് കണ്ണ് തുറന്നാൽ അതുപോലെ ആകും. ഇന്നലെ അമ്പലത്തിൽ പോയ പെണ്ണും ചെറുക്കനും പെണ്ണും കൂടെ ഓടി ഇവിടെ വന്നു ചോദിച്ചോളൂ, അമ്മേ ഞങ്ങൾക്കൊരു താലി ജപിച്ചു തരണം, കല്യാണം ഇവിടെ വെച്ച് നടത്താനാ പറയണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചില്ല, എനിക്കറിയാൻ പറഞ്ഞ ആള്. അവിടെ ചെല്ലുമ്പോ എന്നോട് പറയും അർച്ചന ഇവിടെ. ഞാൻ ഗണപതി ഹോമൊക്കെ നടത്തിക്കൊണ്ടിരുന്നാണ് ഈ താഴ്ച വെള്ളത്തിലായിരുന്നപ്പാ. ഇപ്പൊ ഒന്നും നടത്താൻ പറ്റണില്ലല്ലോ നമുക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വഹിച്ചു പോയി. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കൈ കൂപ്പിയാൽ മതിയെന്നാ ജനം പറയാൻ.
10ാം ക്ലാസ്സുകാർ പിള്ളേരും പോണവരെല്ലാം ഇവിടെ വന്നിട്ട് അമ്മേ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ പരീക്ഷ പോവുക. ശരി മോനെ നമുക്ക് എന്നാ നമുക്ക് സമയമായി. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെയും നല്ല നല്ല കമന്റുകൾ പ്രതീക്ഷിക്കും അല്ലെ? നല്ല കമന്റ് ഇതില് ഉണ്ടായിരുന്നു. മറ്റേ കൊച്ചൻ രാജ്യത്ത് എടുത്തോണ്ട് പോയതിന് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അത് ഹരിപ്പാടുകാർ മുഴുവനും കമന്റ് എനിക്ക്. ആ അമ്മച്ചി ഞങ്ങൾ 3.5 വർഷം ഇവിടെ കച്ചവടം ചെയ്ത് അവർക്ക് ഫ്രൂട്ട്സ് സാധനം കൊണ്ടുപോയി കണ്ണന് കൊടുത്ത് കണ്ണന്റെ കാക്കിയെന്ന് അവര് മാറിയല്ലായിരുന്നു. ഗുരുദേവന് കഞ്ഞി വെച്ച് കൊടുക്കലോ. അയ്യോ ഇങ്ങനെ ഒന്ന് ചെയ്യണോ ഒരു തള്ള എന്നെ പോലെ എങ്ങും കാണില്ല. ഇവിടെ കഞ്ഞിയും കപ്പയും കുഴയൊക്കെ ആയിരുന്നു. ഈ സ്ഥലയിലാവുന്നപ്പോ ഞാനെവിടെ ചെയ്യാനോ. 4-5 ആ കരി എടുത്തു കൊടുത്ത് ഇവിടെ അനാഥ മന്ദിരത്തിൽ ഒരിയാൾക്ക് കൊടുത്ത്, ഈ ഗുരുമന്ദിരത്തിൽ ഒന്ന് കൊടുത്ത്, ഒന്ന് നമ്മുടെ വെന്തറ അമ്പലത്തിൽ കൊടുത്ത്. ഇനി എനിക്ക് കൊടുക്കാനുള്ള എന്റെ അറവാട്ട് അമ്മയ്ക്ക് എന്റെ ഭഗവാൻ എന്നോട് ചോദിച്ചോ ഒരിയാ കരി എടുത്ത് അവിടെ കൊടുക്കരുതോ. ഞാനിപ്പോ കണ്ണനോട് ഒരു കാര്യം മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഭഗവാൻ അടുത്ത് വരും. അപ്പൊ അത് ഞാനത് കൃത്യമായിട്ടും മകൻ അത് സാധിച്ചു തന്നിരിക്കും. ഒരു തർക്കവും വരികയില്ല ആ കാര്യത്തിന്. അയ്യോ അത് കറക്റ്റ് കാര്യമാണ്. അപ്പോ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അല്ലെ? നമസ്കാരം. ഭക്തജനങ്ങൾ ഒന്ന് നിങ്ങളുടെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നലെ ഗോകുലി വന്നപ്പോ എടുത്തു വെച്ചിട്ട് എല്ലാരും കൂടി എന്നാ ചിരിയും വർത്താനോ. അയ്യോ അമ്മച്ചി എവിടം വരെയായി. ഞാൻ പറഞ്ഞു എവിടം വരെയാ കാര്യം ഒന്നും ആയില്ല പോലെ സമയം കിടക്കണമെങ്കിലേ. ഇപ്പൊ തീർത്ത് തരും പുള്ളി ഇങ്ങോട്ട്. തരാതെ ഒരു മാർഗവും ഇല്ല എന്റെ അമ്മനെ കാണാ. നമസ്കാരം. തിരിഞ്ഞു നിക്കുന്ന തിരിഞ്ഞ് ഇങ്ങോട്ട് നിന്ന് നിൽക്കുവാണ്. ഞാനിവിടെ പാചകം ചെയ്യുവാണ്. ഇവിടെ ഇരുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയിരിക്കും. എന്റെ അമ്മേനെ നോക്കി ഇരിക്കുവാണ് എന്റെ മോള്.